പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താൻ ഗിഫ്റ്റായി ഒരു സാരി കൊടുത്തയച്ച കാര്യം നിവിൻ കാവേരി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കോളേജിലെ ഫംഗ്ഷന് വേണ്ടി വാങ്ങിയ സാരിയാണെന്ന് യമുന കള്ളം പറയുന്നത് കാവേരിയെ തകർക്കുകയാ. ഒരു ബഹുമാനവും കാണിക്കാത്ത രാഗിണിയുടെ പെരുമാറ്റം രാജേശ്വരിയെയും സത്യനെയും നിരാശരാക്കുകയാണ്. രാഗിണിയുടെ നിർബന്ധം മൂലം അവളെ ഡ്രോപ്പ് ചെയ്യാനായി പോകുന്ന നിവിൻ അവളുടെ പെരുമാറ്റം ഇഷ്ടമാവാതെ അവളെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടുകയാണ്. കോളേജിലേക്കുള്ള യാത്രക്കിടയിൽ ലിഫ്റ്റ് ഓഫർ ചെയ്ത നിവിന്റെ പെരുമാറ്റം യമുനയിൽ വീണ്ടും തെറ്റിദ്ധാരണയുണ്ടാക്കുകയാ. പിന്നീട് നിവിൻ തന്റെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ജയപാലൻ അവിടെ ഇരിപ്പുണ്ട്. രാഗിണി സേഫായി വീട്ടിലെത്തിയല്ലോ അല്ലേ? അവൾക്ക് എവിടെയോ പോകണമെന്ന് പറഞ്ഞ് എന്റെ വണ്ടിയിൽ കയറി. ഞാൻ ആലോചിച്ചപ്പോഴേ KSRTCയിൽ ഇപ്പോ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയല്ലേ? വെറുതെ എന്തിനാ എന്റെ പെട്രോൾ കത്തിച്ചു കളയുന്നേ? ഈ ഇറാൻ അമേരിക്ക പ്രശ്നം നടക്കുന്നത് കൊണ്ടേ പിടിച്ചാൽ കിട്ടാത്ത വേഗതയിലാ പെട്രോൾ വിലയുടെ പോക്ക്. അതുകൊണ്ട് ഞാൻ അവളെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു. സ്ത്രീ സൗഹൃദ യാത്രയാവുമ്പോ എല്ലാവർക്കും കൂടി അടിച്ചു പൊളിച്ചങ്ങ് പോവാലോ എന്ന് പറഞ്ഞ് ജയപാലിനെ ശ്രദ്ധിച്ച് അങ്കിൾ എന്താ മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ശരി അങ്കിളെ, പിന്നെ കാണാമെന്ന് പറഞ്ഞ് നിവിൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ അവനെ വിളിക്കുന്നുണ്ട്. നിവിൻ ഒന്ന് നിന്നേ, ഈ 22-ന് നിന്റെ നിശ്ചയമാ. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് ഈ 29-ാം തീയതി നീയും രാഗിണിയും തമ്മിലുള്ള കല്യാണം. നിശ്ചയം പെണ്ണിന്റെ വീട്ടിൽ വെച്ച്, കല്യാണം നടത്തുന്നത് നമ്മള്. മണ്ഡപവും ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കെ ഒരു ഞെട്ടലോടെ നിവിനും അച്ഛാ നിങ്ങളൊക്കെ കൂടി എന്ത് ഭ്രാന്ത ഈ പറയുന്നത് എന്ന് ചോദിക്കെ രാജേശ്വരിയും എഴുന്നേറ്റുകൊണ്ട് ഭ്രാന്തോ? രാഗിണിയുടെയും നിന്റെയും കല്യാണക്കാര്യം മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കെ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി എന്ന് നിവിനും പറഞ്ഞാ നടക്കണം. തമാശയൊന്നുമല്ലല്ലോ, കല്യാണ കാര്യമല്ലേ, ഒരു പെണ്ണിന്റെ ഭാവിയുടെ പ്രശ്നമല്ലേ. അത് ശരി, നിവിൻ ഇപ്പോഴാ കല്യാണക്കാര്യം അറിയുന്നത്. ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. ഒടുവിൽ ചെറുക്കം മാത്രം അറിഞ്ഞിട്ടില്ല. അത് ശരി, അപ്പോ ഞാൻ ഇവിടെ വന്ന് ഇക്കാര്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇക്കാര്യം ഇവനോട് പറയത്തില്ലായിരുന്നു അല്ലേ എന്ന് ജയപാലനും ചോദിക്കും. അതെങ്ങനെ അളിയാ ചെറുക്കൻ അറിയാതെ കല്യാണം നടത്തുന്നേ എന്ന് സത്യനും ചോദിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ, മുമ്പ് എവിടെയും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളൊക്കെയാ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ എന്ന് ജയപാലൻ പറയേ. ജയപാലേട്ടാ, രാഗിണിയുമായുള്ള കല്യാണത്തിന്റെ കാര്യം അവൻ അറിയാം, തീയതി മാത്രം അവനോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ എന്ന് രാജേശ്വരിയും. എനിക്കൊന്നും അറിഞ്ഞൂടാതെ എന്റെ മോളിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാ ഞാൻ കണ്ടത്. അവളെ ഇങ്ങനെ ഇനി ഒരു വട്ടം കൂടി കാണാൻ ഇടവരുത്തരുത് എന്ന് പറഞ്ഞ് ജയപാലൻ നിവിന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന്, എടാ നിവിനെ, ഇനി എന്റെ മോള് ബസ് കാത്ത് സ്റ്റോപ്പിൽ നിൽക്കാൻ ഇടവരരുത്. എടാ അവൾക്കേ ബസ്സിൽ കയറിയേ നല്ല ശീലമില്ല. എടാ അതിനുള്ള കണക്ക് കൂടി തീർത്തേ. അവളുടെ അച്ഛൻ ബസ്സിലല്ല കാൽനടയായിട്ട് കുറെ നടന്നിട്ടുണ്ട് കേട്ടോ. അല്ല, യുദ്ധം കാരണം നിനക്ക് പെട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ ട്രംപിനോട് പറഞ്ഞ് നേരിട്ട് എത്തിച്ചു തരാം. അതിനുള്ള പാങ്ങൊക്കെ ഇപ്പൊ ജയപാലിനുണ്ട്. നിവിൻ മോനെ, സ്ത്രീധനത്തിലൊന്നും ഒരു പണമിട കുറയത്തില്ല. ഇയാളൊപ്പം തൂക്കത്തിൽ പൊന്നു വെച്ചിരിക്കും എന്ന് പറഞ്ഞ് രാജേശ്വരിയോടും സത്യനോടും യാത്ര പറഞ്ഞിറങ്ങുകയാ ജയപാൽ. അയാൾ പോയി കഴിയുമ്പോഴേക്കും നിവിനും ചോദിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണക്കാരൻ തീരുമാനിക്കാൻ നിങ്ങളോട് ആരെ പറഞ്ഞത്? സിറ്റൗട്ടിലേക്ക് എത്തുന്ന ജയപാലിനും അത് ശ്രദ്ധിച്ച് ഒരു നിമിഷം നിൽപ്പാ. ചോദിക്കാതെ എന്ന് പറയരുത് നിവിൻ, നിങ്ങളുടെ കല്യാണം കുഞ്ഞുനാളിലെ നിശ്ചയിച്ചതാണെന്ന് നിനക്കറിയാലോ എന്ന് രാജേശ്വരി ചോദിക്കേ. അത് അന്നല്ലേ അമ്മേ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. അന്നും ഇന്നുമെല്ലാം ഒരുപോലെ തന്നെയാ. ഓരോ തവണ രാഗിണിയുടെ കാര്യം പറയുമ്പോഴും ഞാൻ ഇക്കാര്യം നിന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്റെ മുന്നിൽ നിന്ന് വല്ലാതെ അഭിനയിക്കില്ലേ നീ എന്ന് രാജേശ്വരി ഒച്ച വെക്കുമ്പോഴേക്കും സത്യനും എഴുന്നേറ്റ് രാജി മതി എന്ന് പറഞ്ഞ് നിവിന്റെ അരികിലേക്ക് ചെന്നു. എന്താ മോനെ നിന്റെ പ്രശ്നം? രാഗിണി നിന്റെ അമ്മാവിന്റെ മോളാ, നല്ല കുട്ടിയാ. അവളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. മോനെ, ഞാൻ നല്ല പോലെ തമാശ പറയുന്ന ഒരാളാ, പക്ഷേ തമാശ പറയുന്നവരെല്ലാം കൊമേഡിയന്മാരാണെന്ന് വിചാരിക്കരുത് എന്ന് താക്കീതോടെ പറഞ്ഞ് നടന്നു നീങ്ങുന്ന സത്യന്റെ പുറകെ പോവുകയാ രാജേശ്വരി. നിവിൻ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും എല്ലാം കേട്ടുകൊണ്ട് സീറ്റൗട്ടിൽ നിൽക്കുകയായിരുന്ന ജയപാലനും അവിടെ നിറങ്ങുകയാ. സ്നേഹതീരത്തിൽ ശാരദ അലമാരയിൽ എന്തോ തിരയുമ്പോഴാണ് വിനീത് നൽകിയ ആ പുതിയ നൈറ്റി തറയിലേക്ക് വീഴുന്നു. ശാരദ അതെടുത്ത് നിവർത്തി നോക്കി. വിനീത് അത് തനിക്ക് തന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് നിൽക്കുമ്പോഴാണ് രാധമ്മ അങ്ങോട്ട് വന്ന്, ശാരദേ എന്റെ കൊട്ടൻ ചുക്കാതി കണ്ടോ നീ എന്ന് ചോദിക്കുന്നത്. ഇല്ലമ്മന്ന് ശാരദ പറയേ. ഒന്ന് നോക്കിയെടുത്തു താടി, അന്വേഷിച്ച് നടന്ന് എന്റെ മുട്ടു തേഞ്ഞു എന്ന് രാധമ്മ പറയേ. അയ്യോ അമ്മ അതെവിടാ കൊണ്ടിട്ടിരിക്കുന്നെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? പിള്ളേരില്ല ഇവിടെ എന്ന് ശാരദ ചോദിക്കുന്നുണ്ട്. ഉണ്ടായിട്ട് എന്താടി കാര്യം ചോദിച്ചാ ഞാൻ കണ്ടില്ല അച്ഛമ്മയെന്ന് പറഞ്ഞ് പിന്നെയും മൊബൈലിൽ തലയിട്ടോണ്ടിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം എന്ന് രാധമ്മ പറയേ. ഞാനേ ഈ നൈറ്റി ഒന്ന് ഇട്ട് നോക്കട്ടെ അമ്മ, അത് കഴിഞ്ഞു വന്ന് അമ്മയുടെ കൊട്ടൻ ചുക്കാതി തപ്പിയെടുത്തു തരാം എന്ന് ശാരദ പറയേ. ഇതേതാടി നൈറ്റി? ഇതിനു മുമ്പ് നീ ഇതിട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് രാധമ്മയും ചോദിക്കുകയാ. ഇതെനിക്ക് എന്റെ വിനീത് മോൻ വാങ്ങിച്ചു തന്നതാ അമ്മ എന്ന് ശാരദ സന്തോഷത്തോടെ പറയേ. ഓണവും വിഷുവൊന്നും അല്ലല്ലോ, പിന്നെന്തിന് എന്ന് രാധമ്മയും. ഓ അത് കൊള്ളാം, മക്കൾക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഓണവും വിഷു ആവണമെന്നുണ്ടോ എന്ന് ശാരദ ചോദിക്കേ. അതിനി നിനക്ക് മനസ്സിലാവാൻ കിടക്കുന്നേ ഉള്ളൂ. നമുക്കൊരാണുണ്ടായിരിക്കുമ്പോ ഒന്നിന്റെയും കുറവ് അറിയത്തില്ല.
കുറവല്ല കൂടുതലായിരിക്കും. അപ്പോ എന്തിനാ ഇത്രയൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നേ? ഇതൊക്കെ ഞാൻ എപ്പോ കൊടുക്കാനെന്നും പറഞ്ഞ് നമ്മള് കള്ള പരിഭവം പറയുകയും ചെയ്യും. ആ ആള് പോയി കഴിഞ്ഞാൽ പിന്നെ 1000 പേരുണ്ടെങ്കിലും അതൊന്നും ഓർക്കില്ല. ആദ്യമൊന്നും നമ്മളൊന്നും തിരിച്ചറിയില്ല. കാലം പോകെ പിടികിട്ടും. ഓണത്തിനും വിഷുവിനും ഒക്കെ ഓർമ്മിക്കപ്പെടേണ്ട ഐറ്റങ്ങളാ അച്ഛനമ്മമാരെന്നൊക്കെ. ഒരു കടമ നിറവേറ്റാൻ മദേഴ്സ് ഡേ വരുമ്പോ എന്റെ പുന്നാര അമ്മ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഓരോ സ്ഥലത്തിടില്ലേ, അതുപോലെ ഫോട്ടോയിൽ ചിരിച്ചോണ്ടിരിക്കുന്ന അമ്മ വെള്ളം കുടിച്ചാണോ കുടിക്കാതെയാണോ കിടക്കുന്നതെന്നൊക്കെ ആർക്കറിയാം എന്ന് രാധമ്മ സങ്കടത്തോടെ പറഞ്ഞ് കരയുമ്പോഴേക്കും അമ്മ ഇത് ഏതമ്മയുടെ കാര്യമാ പറയുന്നത് എന്ന് ശാരദയും ചോദിക്കുക. എല്ലാ അമ്മമാരുടെയും കാര്യം തന്നെ അടി എന്ന് രാധമ്മ സങ്കടത്തോടെ പറയേ, നമ്മൾ എന്തിനാമ്മ എല്ലാവരുടെയും കാര്യം നോക്കാൻ പോകുന്നു? നമുക്ക് എന്താ മക്കളുടെ അടുത്തുനിന്ന് കിട്ടുന്നതെന്ന് നോക്കിയാ പോരെ. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും. അമ്മയ്ക്കൊരു മുണ്ടുന്നേരിതും വാങ്ങിച്ചു തരാൻ ഞാൻ വിനീതമോനോട് പറയട്ടെ എന്ന് ശാരദ ചോദിച്ചു വാങ്ങുന്നതിൽ എന്താടി കാര്യം? ഉടുക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? നമ്മൾ പറയാതെ തന്നെ ഓർമ്മിക്കാനും പരിഗണിക്കാനും ഒക്കെ ഒരാളുണ്ടെന്ന തോന്നലല്ലേ നമ്മൾ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് എന്നമ്മ സങ്കടത്തോടെ പറയേ, എന്തായാലും അമ്മ പറഞ്ഞ വിഷമമൊന്നും നമ്മൾക്കുണ്ടാവില്ല. നമ്മൾ കൊടുത്ത സ്നേഹം അതേപടി തിരിച്ചു തരുന്ന മക്കളാ നമുക്കുള്ളത്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും അവര് ശ്രദ്ധ വെക്കുന്നുണ്ട്. മുഖമൊന്ന് ചുളുങ്ങിയാൽ അയ്യോ അമ്മ എന്തു പറ്റിയെന്നും പറഞ്ഞ് എല്ലാരും കൂടി അടുത്ത് വരാറില്ലേ? എപ്പോഴും അമ്മയുടെ മേലാ കണ്ണ്. ഞാനേ ഇപ്പൊ ഈ നൈറ്റിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ഓരോന്നും പറയാൻ പോണ കമന്റ് അമ്മ കണ്ടോ? ഞാനേ ഇതിട്ടിട്ട് അങ്ങോട്ട് വരാം എന്ന് ശാരദ പറയുമ്പോൾ ഒരു ചിരിയോടെ രാധമ്മ അവിടുന്ന് പോവുകയാണ്. അവിടെ നിളയെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക കാവേരി. ഉറക്കം തൂങ്ങി എഴുതിക്കൊണ്ടിരിക്കുന്ന അവളോടായി, എടി ഉറക്കം തൂങ്ങാതെ ഇരുന്ന് എഴുതടി എന്ന് കാവേരി വഴക്ക് പറയേ, ഞാൻ ഉറങ്ങിയില്ല ചേച്ചി എന്ന് നിളയും എന്ന് എഴുതങ്ങോട്ട് മര്യാദയ്ക്ക് എന്ന് പറഞ്ഞ് അവളെ എഴുതിപ്പിക്കുമ്പോഴാണ് ഒരു രക്ഷയുമില്ല മോളെ, എനിക്കതിനുള്ള സമയമില്ലെന്ന ഗംഗയുടെ സംസാരം അവൾ ശ്രദ്ധിക്കുന്നത്. ഗംഗയും പുറകെ യമുനയും റൂമിലേക്ക് എത്തുകയാ. പ്ലീസ് ഗംഗച്ചി ഒന്ന് കാണിച്ചതാ ഒരൊറ്റ തവണ എന്ന് യമുന അപേക്ഷിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ല എന്ന് ഗംഗയും പറയുന്നുണ്ട്. കാര്യമറിയാതെ എന്താ എന്ന് കാവേരി ചോദിക്കും. എടി നാളെയാ ഇവളുടെ കോളേജ് ഡേ. അതിന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരേപോലെയുള്ള സാരി ഉടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ബ്ലൗസ് ഞാൻ തയ്ച്ചു കൊടുത്തു. കൂലി കിട്ടാത്ത ജോലിയാണെന്ന് ഓർത്തോണേ. ഇപ്പൊ അവൾക്ക് സാരി കൂടി ഉടുപ്പിച്ചു കൊടുക്കണമെന്ന് യമുനയും പറയുന്നുണ്ട്. ഇപ്പൊ ഒന്ന് കാണിച്ചു തന്നാ മതിയെന്ന് പറ ചേച്ചി, രാവിലെ അതുപോലെ ഞാൻ ഉടുത്തോളാം. ഗംഗേച്ചിക്കാവുമ്പോ നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കാൻ അറിയാലോ എന്നവൾ പറയേ. കാവേരിയും ചോദിക്കുന്നുണ്ട്, അതെന്താടി ഗംഗേച്ചിക്ക് മാത്രമേ നല്ല ഭംഗിയായി സാരി ഉടുക്കാൻ അറിയൂ? ശരിയാണല്ലോ, ഇവള് നല്ല ഭംഗിയായിട്ട് ഉടുപ്പിക്കുമല്ലോ എന്ന് ഗംഗയും പറയുന്നുണ്ട്. അതെനിക്കറിയാം, പക്ഷെ ഇതേ കാവേരി ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത ആ സാരിയാ എന്ന് യമുന പറയേ. ഏത് സാരി എന്ന് കാവേരി. അപ്പോഴാണ് കാവേരി ആ കാര്യം ഓർമ്മിക്കുന്നത്. ഓ ആ സാരിയോ, അതെനിക്ക് ഇഷ്ടമല്ലാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നിന്റെ ഇഷ്ടം എന്റേതും കൂടിയാ, ഞാൻ ഉടുപ്പിച്ചു തരാം. ഞാൻ ഉടുത്തില്ലെങ്കിലും നിങ്ങളെയൊക്കെ ഉടുപ്പിക്കാനാ എനിക്കിഷ്ടം എന്ന് കാവേരി പറയുന്നത് കേൾക്കെ, എന്താ ഞാൻ പോണു, ദാ നിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞ ബ്ലൗസ് യമുനയുടെ കയ്യിലേക്ക് വെച്ച് അവര് നോക്കിയിരിക്കുന്ന നിളയോടായി, നീയും പോരെ എന്റെ കൂടെ. അവര് സാരി ഉടുപ്പിക്കുകയോ ഉടുക്കുകയോ എന്താച്ചാ ചെയ്യട്ടെ എന്ന് ഗംഗ പറയുന്നുണ്ട്. ഞാനും കൂടി പഠിക്കട്ടെ സാരി ഉടുക്കാൻ എന്ന് നിള പറയേ. ഓരോന്നിനുമുള്ള പ്രായമാവുമ്പോഴേ നിനക്ക് എല്ലാം ഇപ്പൊ ആവശ്യമുള്ള സീനിൽ മാത്രം മതി നീ. വാ പെണ്ണെ വന്നേ എന്ന് പറഞ്ഞ് നിളയെ വിളിച്ചോണ്ട് പോവുകയാ ഗംഗ. തന്റെ വിവാഹ കാര്യമറിഞ്ഞ് അസ്വസ്ഥതയോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയ നിവിൻ. ഈ 22-ന് നിന്റെ നിശ്ചയമാ. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് 29-ാം തീയതി നീയും രാഗിണിയും തമ്മിലുള്ള കല്യാണം. നിശ്ചയം പെണ്ണിന്റെ വീട്ടിൽ വെച്ച് കല്യാണം നടത്തുന്നത് നമ്മൾ. മണ്ഡപവും ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞതും കാവേരിയോട് പ്രണയത്തെക്കുറിച്ച് ചോദിച്ചതും അവൻ ഓർത്തെടുക്കുകയാണ്. ഒന്നിച്ചുള്ള യാത്രയിൽ നിവിൻ കാവേരിയോട്, അപ്പോ കാവേരിയുടെ കാഴ്ചപ്പാടിൽ ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ ഇത്രയും വേഗം അത് തുറന്നു പറയുന്നതാണ് നല്ലത് അല്ലേ എന്നവൻ ചോദിക്കുന്നത്. സംശയം എന്താ? കുറഞ്ഞ പക്ഷം ആളുടെ പ്രതികരണം എന്താണെന്നെങ്കിലും അറിയാലോ. നിവിൻ എന്നോട് വർഷങ്ങളായി കടുത്ത പ്രേമം. അക്കാര്യം ഞാൻ ഒഴികെ നിവിന്റെ കൂട്ടുകാരടക്കം പലർക്കും അറിയാമെന്ന് വെക്കാം. എന്നോട് മാത്രം നിവിൻ ഇക്കാര്യം തുറന്നു പറയുന്നുമില്ല. ഇതിനിടെ വേറെ കല്യാണമോ പ്രേമോ ഒക്കെ ആയി ഞാനും ഒരു റിലേഷനിലേക്ക് പോകുന്നു. നിവിന്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് സ്നേഹവും ഇഷ്ടവും പ്രേമവും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല, ഫീൽ ചെയ്തിട്ടില്ല എന്ന് കാവേരി പറഞ്ഞതും ഇപ്പോഴേ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയ അത് മനസ്സിൽ വെക്കാതെ തുറന്നു പറയുന്നതാണ് നല്ലത് അല്ലേ എന്നവൻ ചോദിച്ചതും അതെ എന്ന് കാവേരി മറുപടി പറഞ്ഞതും അവനും സന്തോഷത്തോടെ തീരുമാനിക്കുക. അത് തന്നെ വഴി, കാവേരിയോട് തുറന്നു പറയാം എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി നീയാണെന്ന്. ഇനി ഒരു നിമിഷം പോലും ലേറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞ് നിവിൻ തന്റെ മൊബൈൽ എടുത്ത് കാവേരി വിളിക്കുക. അവിടെ യമുനയെ സാരി ഉടുപ്പിച്ച് കഴിഞ്ഞിരുന്നു കാവേരി. ഇതിങ്ങനെ ഊർന്നു പോവാ ചേച്ചി എന്ന് സാരി കയ്യിലെടുത്തുകൊണ്ട് യമുന പറയേ. പിന്നെ കുത്തിവെച്ചാ മതി. ഉടുത്തു തുടങ്ങുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഡ്രസ്സ് സാരിയാ. എവിടെങ്കിലുമൊക്കെ മാറി നിൽക്കുന്നുണ്ടോ, തിരിയുമ്പോൾ ശരീരം കാണുന്നുണ്ടോന്നൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടായി. ഉടുത്തു ശീലായി കഴിഞ്ഞാൽ ഇത്രയും കോൺഫിഡൻസ് തരുന്ന ഒരു ഡ്രസ്സ് വേറെ ഇല്ല. ഞാനൊരു പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് കാവേരി അവിടെ തിരയുകയാണ്. അവിടെങ്ങും പിന്നെ കാണാഞ്ഞ് ഞാൻ പോയി ഗംഗച്ചിയുടെ അടുത്തുനിന്ന് പിന്നെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അപ്പോഴാണ് കാവേരിയുടെ മൊബൈലിലേക്ക് നിവിന്റെ കോൾ വരുന്നത്. മൊബൈൽ എടുത്തു നോക്കുന്ന യമുനയും നിവിന്റെ കോൾ കണ്ട്, നിവിനോ
നിവിൻ എന്തിന് ഈ സമയത്ത് കാവേരി ചേച്ചി വിളിക്കുന്നത് എന്ന സംശയത്തോടെ തന്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാ. നിന്റെ കാവേരി ചേച്ചിക്ക് നിവിൻ ഏട്ടനോട് ഒരു ഇഷ്ടമുണ്ടെന്ന അതിനർത്ഥം. എടി നീ അത് കേട്ട് ഞെട്ടൊന്നും വേണ്ട. കാവേരി ചേച്ചിക്ക് അങ്ങോട്ടേയുള്ളൂ ഇഷ്ടം. നിവിൻ ഏട്ടനെ തിരിച്ചില്ല. വൺ വേ ലവ്. കാവേരി ചേച്ചിക്ക് മനസ്സിലായി നിവിനേട്ടൻ ഇഷ്ടം നിന്നോടാണ്. അപ്പൊ നൈസായിട്ട് നിന്റെ ലൈൻ ഒന്ന് പൊട്ടിക്കാൻ നോക്കിയത്. നിന്റെ പ്രേമം പുറത്തു വന്ന അത് പൊളിച്ചടുക്കാൻ എളുപ്പമാണ്. ഒന്നാമത് നിവിനേട്ടന്റെ ഫാമിലിയും നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ നിനക്കിപ്പോ പഠിക്കാനുള്ള പ്രായമാണല്ലോ. അതിൽ ശ്രദ്ധിക്കാനുള്ള പതിവായ തോന്നല്. അങ്ങനെ നിന്റെ പ്രേമം ചത്തു മണ്ണടിയുമ്പോ ആ ശവകുടീരത്തിൽ ചവിട്ടി നിവിനേട്ടന്റെ ഹൃദയത്തിൽ കയറാന്നാ കാവേരി ചേച്ചിയുടെ മനസ്സിലിരും എന്നൊക്കെ അവൾ പറഞ്ഞതോർക്കെ ദേഷ്യത്തോടെ യമുന ആ കോൾ കട്ട് ചെയ്യുക. അത് കണ്ട് നിവിനും കാവേരി കോൾ കട്ട് ചെയ്തല്ലോ, എന്ത് പറ്റിയോ എന്നോർത്തിരിക്കെ എന്തിനു നിവിനേട്ടാ ഈ സമയത്തൊക്കെ കാവേരി ചേച്ചിയെ വിളിക്കുന്നത്? നിവിനേട്ടന്റെ മനസ്സിൽ ചിലപ്പോ ശരിക്കും ഒന്നും ഇല്ലായിരിക്കാം. പക്ഷേ കാവേരി ചേച്ചി അത് തെറ്റിദ്ധരിക്കല്ലേ ഉള്ളൂ. നിവിനേട്ടനോടുള്ള വൺ വേ പ്രേമവുമായിട്ട് നടക്കിയ ചേച്ചി വെറുതെ എന്തിനാ ഇങ്ങനെ ആശ കൊടുക്കുന്നേ? പോരെങ്കിൽ ചേച്ചി നമ്മുടെ പ്രേമം പൊളിക്കാനുള്ള വഴി തിരഞ്ഞു നടക്കുക. ഇക്കാര്യം അറിഞ്ഞാലേട്ടൻ സഹിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാനൊന്നും പറയാത്തത്. എന്തായാലും രാത്രി സമയത്തുള്ള കോൾ ഒന്നും വേണ്ടാട്ടോ എന്ന് പറഞ്ഞവൾ മൊബൈൽ തിരികെ വെക്കുമ്പോഴേക്കും ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നിവിൻ വീണ്ടും കാവേരിയുടെ മൊബൈലിലേക്ക് വിളിക്കുക. വീണ്ടും നിവിന്റെ കോൾ കണ്ട് യമുന ദേഷ്യത്തോടെ ആ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയാ. ഞങ്ങളുടെ പ്രേമത്തിൽ ഇടപെടാൻ വന്നാലുണ്ടല്ലോ കൊന്നുകളയും നിന്നെ ഞാൻ എന്ന് ദേഷ്യത്തോടെ കാവേരി ചേച്ചിയോടായി മനസ്സിൽ പറയുക യമുന. വീണ്ടും കാവേരിയെ വിളിക്കുന്ന നിവിൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ട് സ്വിച്ച് ഓഫോ അതെന്ത് പറ്റി? ഓ ചിലപ്പോ ഉറക്കത്തിലായിരിക്കും. കോൾ ഡിസ്റ്റർബ്ഡ് ആയപ്പോ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങുമായിരിക്കും എന്ന് അവനും ചിന്തിക്കുകയാ. അപ്പോഴേക്കും കാവേരിയും പിന്നുമായി വന്ന് യമുനയ്ക്ക് സാരി പിൻ ചെയ്ത് കൊടുക്കുക. നിവിനും പറയുക ഇനി നാളെ വിളിക്കാം, എന്തായാലും ഒരു മെസ്സേജ് അയച്ചിട്ടേക്കാം എന്ന് പറഞ്ഞവൻ കാവേരിയുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങും. സാരി പിൻ ചെയ്ത് കഴിഞ്ഞ് കാവേരി യമുനയെ കണ്ണാടിയുടെ മുന്നിലേക്ക് നീക്കി നിർത്തി നോക്ക് എങ്ങനെയുണ്ട്, പെണ്ണിനെ കെട്ടിച്ചുവിടാറായല്ലോ എന്ന് പറയുന്നത് കേൾക്ക് യമുനയും നാണത്തോടെ ചിരിക്കുകയാ. പിന്നീട് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി സാരി ഉടുത്തപ്പോ നല്ല ഗ്ലാമറായി, ആരും കണ്ണുവെക്കാതെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും യമുനയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ചേച്ചി മാത്രം കണ്ണു വെക്കാതിരുന്നാ മതിയെന്ന്. കാവേരി ക്ലോക്കിലേക്ക് നോക്കി അയ്യോ 9 മണി കഴിഞ്ഞല്ലോ, അടുക്കളയിലൊന്നും ചെയ്തിട്ടുമില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോൾ ചേച്ചി അടുക്കളയിലേക്ക് പോവല്ലേ, നിങ്ങളൊക്കെ കൂടി എനിക്കൊരു മാർക്ക് ഇടണം, എന്നാലേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഞാനേ ഈ മുടിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം എന്ന് പറയേ അധികം താമസിക്കരുത് കേട്ടോ എന്ന് കാവേരിയും. ഇല്ല 2 മിനിറ്റ് എന്ന് യമുന പറയേ കാവേരി അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയെ. ചേച്ചി ഫോൺ എന്ന് പറഞ്ഞ് യമുന അവളുടെ മൊബൈൽ നീട്ടുമ്പോഴേക്കും അതവിടെ ഇരിക്കട്ടെ, ഞാൻ നോക്കാറുമില്ല, എന്നെ ആരും വിളിക്കാനുമില്ല എന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് ഇറങ്ങി പോവുക. അത് കേട്ട് യമുനയും ദേഷ്യത്തോടെ മൊബൈൽ തിരികെ വെച്ച് ഇനി ആരും വിളിക്കാനില്ലെന്ന്. യമുന ഒഴിവായി തന്നിട്ട് ആരും വിളിക്കുമെന്ന് കരുതേ വേണ്ട ചേച്ചി എന്ന് ദേഷ്യത്തോടെ പറയുന്ന യമുനയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.